നമസ്കാരം. ഫാറ്റി ലിവർ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഇത് മരുന്ന് കഴിച്ചാൽ മാത്രമേ മാറുള്ളൂ എന്ന് പേടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഫാറ്റി ലിവർ ഇന്ന് കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ്. ഇതിന് വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല. കുറച്ച് വയസ്സായ ആളുകളിൽ അല്ലെങ്കിൽ മദ്യപാനം സ്ഥിരമായിട്ടുള്ള ആളുകളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതക്രമവും ഭക്ഷണ രീതിയും കൊണ്ട് ഒരുപാട് യങ് ആയിട്ടുള്ള ആളുകളിൽ പോലും ഇപ്പോൾ ഫാറ്റി ലിവർ കോമൺ ആണ്. ഫാറ്റി ലിവർ തുടക്കത്തിലെ തന്നെ മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗ്രേഡുകളിലേക്ക് പോവാതെ സിറോസിസ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറാതെ തടയാനായിട്ട് നമുക്ക് പറ്റും. ഫാറ്റി ലിവർ മാറ്റിയെടുക്കാനായി 30 ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. ഫസ്റ്റ് നമുക്ക് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഉണ്ടായേക്കാവുന്ന ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ടുള്ളത് വയറിൻ്റെ മുകളിൽ വലതുഭാഗത്ത് ഒരു ഭാരം അനുഭവപ്പെടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉറക്കവും ക്ഷീണവും അനുഭവപ്പെടുന്നത്, ചില ആളുകളിൽ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്, അതേപോലെ കഴുത്തിൻ്റെ പിന്നിലോ നെറ്റിയിലോ ആയിട്ട് കറുത്ത പാടുകൾ വരുന്നത്. ഫാറ്റി ലിവർ ഉള്ള ആളുകൾ കഴിക്കേണ്ടാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പഞ്ചസാരയും മൈദയുമാണ്. ഇവ രണ്ടും കരളിനെ കൊല്ലുന്ന ഏറ്റവും വിഷാംശമുള്ള ഭക്ഷണങ്ങളാണ്. രണ്ടാമതായി പറയാനുള്ളത് സോഫ്റ്റ് ഡ്രിങ്കുകളും ബേക്കറി ഐറ്റംസ് ആണ്. ഇവയിലുള്ള ഫ്രക്ടോസ് നേരിട്ട് കൊഴുപ്പായി കരളിൽ അടിഞ്ഞുകൂടുന്നു. മൂന്നാമതായി പറയാനുള്ളത് വറുത്ത പദാർത്ഥങ്ങളാണ്. എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പ് കരളിൽ അധികമായി അടിഞ്ഞുകൂടാൻ കാരണമാകുന്നുണ്ട്. നാലാമതായി പറയാനുള്ളത് മദ്യമാണ്. മദ്യം കഴിക്കുന്ന ആളുകളിൽ ലിവർ സംബന്ധമായുള്ള എല്ലാ പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൽ ഒന്നാമതായിട്ടുള്ളതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ഭക്ഷണത്തിൽ അധികമായി കഴിക്കുന്നത് കരളിനെ ശുദ്ധീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ രാവിലെ എഴുന്നേറ്റ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങാനീര് ചേർക്കുന്നത് കരളിലെ വിഷാംശത്തെ പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കരളിലെ വിഷാംശത്തെ പുറന്തള്ളാൻ വേറെ എന്തൊക്കെ പച്ചക്കറികൾ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ബീട്രൂട്ട്, ബ്രൊക്കോളി, ക്യാബേജ് പോലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ചീര, മുരിങ്ങ പോലുള്ള ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കരളിനെ കൊഴുപ്പിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഗ്രീൻ ടീ കുടിക്കുന്നത് ശീലമാക്കുക എന്നുള്ളതാണ്. ഗ്രീൻ ടീയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ കരളിൻ്റെ കോശങ്ങളെ സംരക്ഷിക്കാനും കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാതെ സംരക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ എന്തൊക്കെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് നോക്കുകയാണെങ്കിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും 10 മുതൽ 30 മിനിറ്റ് വരെ നടക്കാൻ ശ്രമിക്കുക. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രാത്രിയിൽ വൈകി ഭക്ഷണം കഴിക്കാതെ 7 മുതൽ 8 മണിയുടെ ഉള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലരും സ്കാനിംഗ് റിപ്പോർട്ടിൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ട് പേടിച്ചിരിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാണ്, ഫാറ്റി ലിവർ എന്നുള്ളത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും ചില മാറ്റങ്ങൾ വരുത്തി തന്നെ ഈ പ്രശ്നം കറക്റ്റായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഹോമിയോപ്പതിയിൽ നമ്മൾ എന്തുകൊണ്ട് ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു എന്നതിൻ്റെ കാരണം കണ്ടുപിടിച്ചാണ് ചികിത്സ ചെയ്യുന്നത്. നമ്മളിവിടെ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത ചികിത്സ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. ഇനിയും ഫാറ്റി ലിവറിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ വിവരങ്ങളോ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.